വാർത്തകളിലേക്ക് വിശദമായി പോകാം. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. ബസ്, ഓട്ടോ, ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. പണിമുടക്കിന് സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഡാൻ കുര്യനിലേക്ക് പോകാം. ഡാൻ, നിലവിലെ സാഹചര്യം എന്താണ്? പണിമുടക്ക് പൂർണ്ണമാണോ? തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടോ? എന്താണ് സാഹചര്യം? 9 മണിക്കൂർ പിന്നിടുന്നു പണിമുടക്ക് ആരംഭിച്ചിട്ട്. പക്ഷേ തലസ്ഥാനത്ത് ഭാഗികമായി മാത്രമാണ് വാഹന ഗതാഗതത്തെ ഈ പണിമുടക്ക് ബാധിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. രാവിലെ എന്തായിരുന്നു സ്ഥിതി? അതായത് പുലർച്ചെ 7 മണിക്കും 6 മണിക്കും 7 മണിക്കും ഒക്കെ എങ്ങനെയായിരുന്നു സ്ഥിതി? അത് തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഓട്ടോകൾ അതോടൊപ്പം മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഉണ്ട്. പക്ഷേ കടകമ്പോളങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതാണ് ആളുകളെ വലയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും പോലീസിൻ്റെ ബസ്സുകളും മറ്റ് സ്വകാര്യ കമ്പനികൾ അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ ആംബുലൻസ് സർവീസുകളൊക്കെ ഉണ്ട് രോഗികളെ മറ്റും മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കുമൊക്കെ എത്തിക്കാൻ. പക്ഷേ ഇതറിയാതെ, സമരമാണെന്നറിയാതെ അന്യനാടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയവരുണ്ട്. ശബരിമല തീർത്ഥാടനത്തിനായി പോകാൻ എത്തിയവരുണ്ട്. അവർക്കൊക്കെ തടസ്സമില്ലാതെ പോകാനുള്ള അവസരം ഒരുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ മുഴുവൻ ബസ്സുകളും നിർത്തിയിട്ടിരിക്കുകയാണ്. KSRTC ഏതാണ്ട് പൂർണ്ണമായി തന്നെ സർവീസ് നടത്താൻ കഴിയാതെ ഒരു സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇവിടെ വിദേശികളടക്കം, അതായത് അവർ യാത്രയുടെ ഭാഗമായി എത്തിയതാണെന്ന് തോന്നുന്നു. യു ആർ ഫ്രം? ഐ ആം ഫ്രം പോളണ്ട്. Poland. Your name? Alexandra. Okay. You are going to? I'm going to Shivananda Ashram. Okay. How will you go? There is strike. Now I don't know. I'm thinking. Oh, you don't have, you are not aware about this strike? No, I didn't know that is the strike. You are alone or Yes. part of a group? No, I'm alone. You are alone. Yeah. Okay. And you are getting food from here or? Now I have my food. I cook in the hostel. Yeah. Okay. Go ahead. Yeah. അതായത് ഇങ്ങനെ ഇവിടെ സമരം നടക്കുന്നുണ്ടെന്നറിയാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായി ഇതുപോലെ വിനോദസഞ്ചാരികളടക്കം എത്തിയിട്ടുണ്ട്. പോളണ്ടിൽ നിന്നെത്തിയ ഒരു വനിതയാണ്. അവരാണ് നമ്മളോട് പ്രതികരിച്ചത്. അവർക്ക് മറ്റൊരാശ്രമത്തിലേക്കാണ് പോകേണ്ടത്. എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ട് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് അവർ ഇരിക്കുകയാണ്. ഇതുപോലെ ഒറ്റപ്പെട്ട് പല ആളുകൾ പല സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തായി ഉണ്ട്. പക്ഷേ KSRTC ബസ്സുകൾ ഓടാത്ത ഒരു സാഹചര്യം ആയതിനാൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് അവർക്കറിയില്ല. അതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും 10:30യോടെയാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ മാർച്ച് നടക്കുന്നത് രാജ്ഭവൻ പരിസരത്തേക്കാണ്. ഒന്നുകിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു നേരത്തെ ഇത്തരത്തിൽ പണിമുടക്കുകൾ വരുമ്പോൾ മാർച്ച് നടന്നിരുന്നത്. പക്ഷേ നിലവിൽ അങ്ങനെയല്ല സാഹചര്യം. ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഈ സംഘടനകൾ മാർച്ച് നടത്തുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ സമയങ്ങളിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തുകളിൽ ഓടിയാൽ ഏത് തരത്തിലാകും പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് ഭാഗികമായി മാത്രമേ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളൂ. കാരണം സാധാരണ ഉള്ള ദിവസങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാഴ്ചകൾ. എവിടെ നിന്നാണ് വരുന്നത്? നാഗർകോവിൽ. എവിടെ പോകാനാ? എയർപോർട്ടിൽ. ഓക്കെ. സ്ട്രൈക്കാണെന്ന് അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? സമരമാണെന്ന് അറിഞ്ഞായിരുന്നല്ലോ. പണിമുടക്കാണെന്ന്. എങ്ങനെ പോകുന്നത്? ഓട്ടോയ്ക്ക് പോകാനാ? അപ്പോൾ അത്തരത്തിൽ ഈ എയർപോർട്ടിലേക്ക് മറ്റും പോകാനുള്ള യാത്രക്കാരൊക്കെ ഉണ്ട്. അവർ ട്രെയിനുകളിലും മറ്റും വന്നിറങ്ങിയിട്ടാണ് ഓട്ടോകളിലൊക്കെയായി അങ്ങനെ പോവുകയാണ്. മറ്റ് തടസ്സങ്ങൾ നിലവിലില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തൊഴിലാളി സംഘടനകൾ സംഘടിച്ച പ്രതിഷേധവുമായി 10:30 രാജ്ഭവൻ പരിസരം കേന്ദ്രമാക്കിയുള്ള മാർച്ചുമായി മുമ്പോട്ട് വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമയത്ത് ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ അതിനെ കാണും, അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? അല്പസമയം കൂടി കഴിയുമ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളുമായി ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ കൂടി ഓടാനുള്ള സാധ്യത കുറയും. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം?
അനുശ്രീ, കൊച്ചിയിൽ നിരവധിയായി സ്വകാര്യ വാഹനങ്ങൾ നിരവധിയായി നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളും ഒരു പരിമിതമായ രീതിയിലെല്ലാം തന്നെ ചിലയിടത്തിൽ സർവീസുകൾ കാണുന്നുണ്ട്. എങ്കിലും സർവീസുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ ടാക്സി സർവീസുകളിലേക്കും കടന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ഉള്ളത് വൈറ്റ്ല മൊബിലിറ്റി സ്റ്റേഷനിലാണ്. ഇവിടെ പൂർണ്ണമായും തന്നെ ഇവിടെ സർവീസിന് ഇത് ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം KSRTCയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളും എല്ലാം തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഈ സ്വകാര്യ ബസ്സുകൾ നമുക്ക് നിരത്തിയിട്ടിരുന്ന് കാണാം. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എറണാകുളത്താണ്. കാരണം കൊച്ചി കേന്ദ്രീകൃതമായും എറണാകുളം ജില്ലയുടെ മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചുമെല്ലാം സ്വകാര്യ ബസ്സുകളാണ് യാത്രക്കാർക്ക് കൂടുതലായും ആശ്രയിക്കാനുള്ളത്. കൂടുതൽ സർവീസ് നടത്തുന്നതും എല്ലാം തന്നെ KSRTC സർവീസ് ഇല്ലാത്തിടത്തേക്കെല്ലാം തന്നെ കൂടുതൽ വരുന്നതെല്ലാം ഈ രീതിയിലുള്ളതാണ്. ഈ സർവീസുകളെ ആശ്രയിച്ച ആളുകൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇവിടേക്ക് അപൂർവം യാത്രക്കാരാണ് ഇവിടേക്ക് എത്തുന്നത്. കാരണം പലയിടങ്ങളിലായിട്ട് സർവീസ് നടത്തുന്നത്, അതായത് നേരത്തെ തുടങ്ങിയ സർവീസുകൾ കടന്നു പോകുമ്പോൾ അത് ആ സർവീസ് അവസാനിക്കുന്ന മുറയ്ക്കാണത് സമരത്തിലേക്ക് നീങ്ങുന്നത്. അതായത് സമരത്തിന് മുൻപ് തുടങ്ങിയ സർവീസുകൾ അത് ഈ സമയവും ഓടാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നുപെടുന്ന യാത്രക്കാർ കുറച്ചു പേരെങ്കിലും ഈ ഭാഗത്തെല്ലാം തന്നെ ഉണ്ട്. പലർക്കും തന്നെ ഒരു വിഷയം, ഇവർക്കൊരു കണക്ടിവിറ്റി അവർക്ക് കിട്ടുന്നില്ല. കാരണം മറ്റിടങ്ങളിലേക്ക് പോകുന്നത് കൂടുതലായും തന്നെയും മറ്റ് സർവീസുകളെ, സ്വകാര്യ ബസ് സർവീസുകളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള കണക്ടിവിറ്റി സർവീസുകളെയും തന്നെ ആശ്രയിച്ചായിരിക്കും ഏതാണ്ട് പോകുന്നത്. പക്ഷെ അവർക്ക് പിന്നീട് ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലെല്ലാം തന്നെ കാണുന്നു. കുറച്ച് യാത്രക്കാരെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് എത്തുന്നത്? ചെന്നൈയിൽ നിന്ന്. ഇന്നലെ ഇവിടെ നിന്ന് പോകുന്നു. എന്തെങ്കിലും ആവശ്യമായിട്ട് ഇവിടേക്ക് വന്നതാണോ? അല്ല, വീട്ടിലേക്ക് പോകാനായിരുന്നു. മൂവാറ്റുപുഴയിൽ. ഇനിയിപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? ബസ്സിനെ ആശ്രയിച്ചോ അതോ ഏതെങ്കിലും ബസ്സിനെ ആശ്രയിച്ച് പോകുന്ന വെച്ചുകൊണ്ട് തന്നെയാ. വേറെ ഇപ്പം നോക്കിയിട്ടേ ഇല്ല. വിളിച്ചപ്പോ ഒന്നും കിട്ടിയൊന്നുമില്ല. ബസ് അങ്ങനെ വല്ലതും പറഞ്ഞോ? ചോദിച്ചപ്പോ 4 കഴിയുമെന്നൊക്കെയാ പറയുന്നത്. 4 മണി വരെ ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നോക്കാന്ന് വെച്ചോണ്ടാ. ഭക്ഷണം അടക്കം കാരണം ഹോട്ടലുകളെല്ലാം ഈ സമരത്തിലേക്ക് പലരും എല്ലാം അടച്ചിട്ടേക്കുവാണ്. പ്രതിസന്ധിയാണ്. അദ്ദേഹം ചെന്നൈയിൽ പോയിരുന്നാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് ഇതുപോലെ വന്ന് ഈ സർവീസ് ഇവിടെ വന്ന് ടെർമിനലിൽ വന്ന് പെടുന്ന ആളുകളുടെ ഒരു വിഷയം തന്നെയാണ്. കാരണം അവർക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം അവർക്ക് ലഭിക്കാത്ത ആ ഒരു സാഹചര്യം തന്നെ ഉണ്ട്. ഇതേപോലെ വന്നുപെടുന്നവർക്ക് അടുത്ത ദൂരത്താണെങ്കിൽ പലപ്പോഴും തന്നെ ടാക്സി സർവീസുകളെ ആശ്രയിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ കൂടുതൽ ദൂരത്തേക്ക് പോകുന്നവർക്ക് ആ രീതിയിലേക്ക് അവർക്ക് കഴിയുകയില്ല. ഏതായാലും അങ്ങനെ നഗരത്തിന്റെ വിവിധ ഇതുപോലുള്ള ഈ സർവീസ് KSRTC പോലുള്ള ഇത്തരം ഇടങ്ങളിലെല്ലാം തന്നെ ഇതുപോലുള്ള ആളുകൾ അപൂർവമായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. പലരും തന്നെ ദീർഘദൂര ജില്ലയുടെ മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് വരുന്നവർക്കാണ് കൂടുതലായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. സിറ്റിക്കകത്ത് കുറച്ചെങ്കിലും ടാക്സിയെയും അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളെയും തന്നെ ആശ്രയിക്കാനായിട്ട് സാധിക്കും. മറ്റിടങ്ങളിലേക്ക് പോകുന്നവർ കൂടുതലായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. അല്പസമയം കഴിയുമ്പോൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം പൊതുനിരത്തെ പ്രത്യേകിച്ച് MG റോഡ്, മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചെല്ലാം തന്നെ നടക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് കൂടുതലും സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങുന്നത്. അതായത് ഈ ടാക്സി സർവീസുകളെ കുറച്ച് കഴിയുമ്പോൾ അത് ഇപ്പോൾ സർവീസ് നടത്തുന്നവരെ അത് തടയാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ കൂടുതലാണ്. മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോയെ ആശ്രയിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആലുവ വരെയും തൃപ്പൂണിത്തുറ വരെയുമുള്ള ഇടങ്ങളിലേക്ക് ആളുകൾക്ക് പോകാനായിട്ട് സാധിക്കുമെന്നത് ഈ ഘട്ടത്തിൽ വലിയൊരു ആശ്വാസം തന്നെയാണ്. ആ രീതിയിലുള്ള സർവീസുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്ക് പോലുള്ള ഇടങ്ങളിലേക്ക് കൂടുതൽ ആളുകൾക്ക് എത്താനായിട്ട് അവർ സ്വകാര്യ വാഹനങ്ങളെ തന്നെ ആശ്രയിച്ചാണ് ആ മേഖലയിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തൊഴിലിടങ്ങൾ നടന്നു പോകുന്നു. മറ്റിടങ്ങളിലെല്ലാം തന്നെ ഈ പണിമുടക്കിനെ ബാധിച്ച ഒരവസ്ഥ തന്നെയാണ്. പല വ്യാപാര സ്ഥാപനങ്ങളും തന്നെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുമില്ല. അനുശ്രീ. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. CV അനുമോദ് കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും. അനുമോദ്, ഇപ്പോൾ മലപ്പുറത്തെ സാഹചര്യം എന്താണ്? അതിരാവിലെ തന്നെ മലപ്പുറത്ത് ഏകദേശം പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ഇപ്പോൾ വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുന്നുണ്ടോ? പണിമുടക്കാണെന്ന് അറിയാതെ നിരത്തിലിറങ്ങിയ ആളുകളൊക്കെ ഉണ്ടോ അവിടെ? നമ്മൾ നിൽക്കുന്നത് കോട്ടയ്ക്കലാണ്. ഈ കോട്ടയ്ക്കലിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ദേശീയപാത കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഇടം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് മുൻപിലാണ്. ഇതുവരേക്കും സ്വകാര്യ ബസ്സുകളോ അതുപോലെ തന്നെ പൊതുഗതാഗത രംഗത്ത് ഒരു വാഹനങ്ങളും ഇവിടെ ഇറങ്ങിയിട്ടില്ല.
സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായിട്ട് നിരത്തിലിറങ്ങുന്നുണ്ട്. ഓട്ടോറിക്ഷകളും അവിടെ ഇവിടെയൊക്കെ തന്നെ സർവീസ് നടത്തുന്നു. പക്ഷേ സാധാരണ കാണുന്നത്ര വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഗതാഗത മേഖലയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. കടകമ്പോളങ്ങളും പൂർണ്ണമായും അടഞ്ഞു കിടക്കുക തന്നെയാണ്. മെഡിക്കൽ സ്റ്റോറുകളും അതുപോലെ തന്നെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും ആശുപത്രികൾക്ക് സമീപത്തുള്ള കടകളൊക്കെ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകളും ആശുപത്രി ക്യാൻറ്റീനുകളും മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായിട്ടും ജനജീവിതത്തെ ഈ ഒരു പണിമുടക്ക് ബാധിച്ച ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ കോട്ടയ്ക്കലിലാണ് ഇന്ന് ഈ ഒരു പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള ധർണയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം 9:30 ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോട്ടയ്ക്കൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ജാഥകളും ഈ ധർണ ഈ പണിമുടക്കിനനുബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇവിടെ ഒരുപക്ഷെ ഈ സ്വകാര്യ വാഹനങ്ങൾ വരെ തടയാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുമ്പോൾ സാധാരണഗതി നമ്മൾ കാണുന്നതാണ് നിരത്തിലുള്ള വാഹനങ്ങൾ തടയുകയും ഓട്ടോറിക്ഷകളൊക്കെ തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ മലപ്പുറം ജില്ലയിൽ എവിടെയും KSRTC ബസ്സുകളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി പുറപ്പെടേണ്ട സർവീസുകളും പലയിടത്തുനിന്നും ആരംഭിച്ചിട്ടില്ല. സ്വകാര്യ ബസ്സുകളും പൂർണ്ണമായിട്ടും സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഓട്ടോറിക്ഷകൾ അവിടെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങുന്നുണ്ട്. കടകമ്പോളങ്ങളും ഏകദേശം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് രാവിലെ കാണാൻ സാധിക്കുന്നത്. അതായത് പണിമുടക്ക് തുടങ്ങി ഇന്ന് രാവിലെ ഇത്രയും സമയമാകുമ്പോൾ അത് ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാനാകുന്നത്. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ കോട്ടയത്തെ സാഹചര്യം എന്താണ്? വാഹനങ്ങളൊക്കെ നിരത്തിൽ ഓടുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ എവിടെയും വാഹനം തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകൾ ഇക്കാര്യത്തിൽ പ്രധാനമാണ്. സാധാരണഗതിയിൽ ഈ തൊഴിലാളികൾ പണിമുടക്കുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾക്കൊക്കെ എത്തുക ഒരു 9 മണിക്ക് ശേഷമാണ്. ഒരു 10 മണിയോട് കൂടിയാണ് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നഗരത്തിലും വിവിധ പ്രദേശങ്ങളിലും കവലകളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തായിരിക്കും ഒരുപക്ഷെ വാഹനങ്ങൾ കൂടുതൽ തടയാനുള്ള സാധ്യത. എൻ്റെ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. ഒരുപക്ഷെ വാഹനങ്ങൾ വളരെ സുഗമമായി അത് പക്ഷേ സ്വകാര്യ വാഹനങ്ങളാണ് എന്ന് മാത്രം. കാറുകൾ, ഓട്ടോറിക്ഷകൾ ഈ പറയുന്ന പോലെ മറ്റാവശ്യങ്ങൾക്കല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വ്യക്തിപരമായി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകളൊക്കെ ഓടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ധാരാളമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പൊതുഗതാഗത സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ ഒന്നും തന്നെ രാവിലെ മുതൽ തന്നെ നിരത്തിലിറങ്ങി ഓടാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളോ അക്രമങ്ങളോ ഒന്നും എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ളത്. പക്ഷേ വരും മണിക്കൂർ ഇതിന് ഇനി പ്രധാനമാണ്. അനുശ്രീ. ശരി, G ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിൽ പണിമുടക്ക് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രാവിലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ശരണ്യ പറഞ്ഞിരുന്നു വിനോദസഞ്ചാരത്തിനേറെ പ്രാധാന്യമുള്ളൊരിടം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിരവധി വിനോദസഞ്ചാരികൾ കൂടി പണിമുടക്കാണെന്നറിയാതെ എത്തിയിട്ടുണ്ടാകും. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? ആലപ്പുഴയിലേത് കോട്ടയത്തിന് സമാനമായ സാഹചര്യം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ SP ഓഫീസിൻ്റെ ഭാഗത്തുള്ള പ്രധാന റോഡിലാണ്. അവിടെ സാധാരണഗതിയിൽ അതായത് സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലിറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ആലപ്പുഴ കുറച്ചുകൂടെ ലേറ്റായിട്ട് സജീവമാകുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് അതിനകത്ത് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഈ പ്രധാന ടൂറിസം മേഖലയായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നു തുടങ്ങി എന്നുള്ള
എന്നുള്ളതാണ്. മത്സ്യവില്പന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ഒരു പൊതുവെ ഒരു അവധിയുടെ ഒരു രീതിയാണ് ആലപ്പുഴ നഗരത്തിലുള്ളത്. നഗരത്തിൽ നേരത്തെ നമ്മൾ നഗരത്തിൽ നോക്കിയപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല, ചെറിയ ചെറിയ വ്യാപാരങ്ങളുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അതായത് തെരുവ് വ്യാപാരങ്ങൾ രാവിലെ ആലപ്പുഴ നഗരത്തിനകത്ത് ഉള്ളതുണ്ട്, മുല്ലക്കൽ തെരുവിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സജീവതയിലേക്ക് ജില്ല കടക്കണമെങ്കിൽ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായി ഉണ്ട്. ടൂറിസം സെക്ടറാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് നേരത്തെ തന്നെ ബുക്കിംഗ് ഷെഡ്യൂൾസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായും കായലോര മേഖല, ഒപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ബീച്ച് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അവിടേക്കൊക്കെ സഞ്ചാരികൾക്ക് വരാൻ കഴിയുന്ന രീതിയിൽ മറ്റ് തടസ്സങ്ങളൊന്നും നിലവിലത്തെ സാഹചര്യത്തിലില്ല. ഇപ്പോൾ എവിടെ സമരം നടക്കുമ്പോഴും പണിമുടക്ക് നടക്കുമ്പോഴും ആലപ്പുഴയിലെ ടൂറിസം മേഖലയിൽ കാര്യങ്ങൾ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടക്കാറുണ്ട്. നിലവിൽ ഇതുവരെയുള്ള സാഹചര്യം അതാണ്. ഇന്നിനി മറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. സഞ്ചാരികൾ പലയിടങ്ങളിൽ നിന്നായി എത്തിയിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റ് അടക്കമുള്ള മേഖലകളിലേക്ക് അവർ എത്തുന്നു. കാരണം ഇതൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. നേരത്തെ മാസങ്ങൾക്ക് മുമ്പൊക്കെ ബുക്കിംഗ് എടുത്തിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ തടയുകയോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രധാന വരുമാന മേഖല കായലോര വിനോദസഞ്ചാര മേഖലയാണ്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. ഒപ്പം നമ്മുടെ നിരത്തുകളൊക്കെ ആ ഒരു അവധിയുടെ ആലസ്യത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ നിന്നും ഇത് മാറുമോ എന്നുള്ളതാണ്. 11 മണിയോടുകൂടി വിവിധ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം ഇനി നഗരത്തിൽ മറ്റ് കടയടപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും കടകളൊന്നും തുറക്കുന്ന ഒരു സമയത്തിലേക്ക് ആയിട്ടില്ല. ഒരു 10 മണിയോട് അടുപ്പിച്ചാണ് അത് കുറച്ചുകൂടി ഒന്ന് സജീവമായി നഗരം ആകി മാറുക എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തെ ഇത് കൃത്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് KSRTC, ഒപ്പം തന്നെ ഇവിടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത് വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു പ്രധാന ഘടകമാണ്, ജലഗതാഗത മാർഗങ്ങൾ. അപ്പോൾ അത് രണ്ടും സർക്കാർ പൊതുമേഖലയിലുള്ള സംവിധാനങ്ങളിൽ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ടൂർ പാക്കേജുകളുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. അവരെ കൃത്യമായി വരുന്നുണ്ട്. രാവിലെ തന്നെ ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങളും ഒക്കെ തന്നെ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. അത്ര ശക്തമായൊരു പ്രതിഷേധത്തിൻ്റെ സൂചന ആലപ്പുഴയിൽ കാണുന്നില്ല. ഒരുപക്ഷെ 11 മണിയോടുകൂടി തൊഴിലാളി സംഘടനകളൊക്കെ വിവിധ തൊഴിലാളി സംഘടനകൾ ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് YMCA കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുക. അപ്പോൾ അത്തരത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന് മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ പതുക്കെ ആലപ്പുഴ ഒരു പണിമുടക്ക്, ഒരു അവധി ദിവസത്തിൻ്റെ ആലസ്യത്തോടു കൂടി കടന്നു പോകുന്നു. അതിനോടൊപ്പം തന്നെ പതുക്കെ കടകളൊക്കെ, ചെറിയ കടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത വരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. രാവിലെ സർവീസ് നടത്തുന്നതിന് വേണ്ടി എത്തിയ ജീവനക്കാരെ, KSRTC ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 22ഓളം വരുന്ന കണ്ടക്ടർമാരും 26 ഡ്രൈവർമാരും ഡിപ്പോയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നും അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? പതിവിൽ നിന്ന് വ്യത്യസ്തമായി സർവീസ് നടത്തുന്ന ഒരു ഡിപ്പോയാണ് ഉള്ളത്. ഇപ്പോൾ ഏതൊരു സമരം വന്നാലും അവിടെ സംയുക്ത തൊഴിലാളികൾ, അവിടെയുള്ള രാഷ്ട്രീയം മറന്ന് തൊഴിലാളികൾ എന്നുള്ള ഒറ്റക്കെട്ടിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു ഡിപ്പോയാണ് ഈ പറയുന്ന നെയ്യാറ്റിൻകര ഡിപ്പോ. ഇന്നും പതിവ് തെറ്റിക്കാതെ രാവിലെ അവർ സർവീസിന് വേണ്ടി എത്തിയിരുന്നു. രാവിലെ തന്നെ 22-ലധികം കണ്ടക്ടർമാരും 26-ഓളം ഡ്രൈവർമാരും ഇവിടെ സർവീസിനെത്തി. രാവിലെ തന്നെ ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചു. എന്നാൽ ഈ സമയത്തായിരുന്നു ഒരു വിഭാഗം സമരാനുകൂലികൾ എത്തി വാഹനം തടയുകയായിരുന്നു. അവിടെ തുടർന്ന് തൊഴിലാളികളുമായി തന്നെ ഈ പറയുന്ന യൂണിയനിലുള്ള തൊഴിലാളികൾ പോലും എത്തിയ സമരാനുകൂലികളുടെ യൂണിയനിലുള്ളവർ പോലും പരസ്പരം ഈ പറയുന്ന വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ സർവീസ് അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവർ കവാടം ഉൾപ്പെടെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. തുടർന്ന് അവിടെ സർവീസ് നിർത്തിവെച്ചു. രാവിലെ എന്നിരുന്നാലും 3 സർവീസുകൾ നടത്തി, ദീർഘദൂര സർവീസുകളും ഇവർ നടത്തിയെന്ന് അവകാശപ്പെടുന്നു. എന്തായാലും മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് വരുന്നേ ഉള്ളൂ. കാരണം ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. സ്വകാര്യ വാഹന
വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. എന്നാൽ KSRTC ബസ്സുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണാനില്ല. തമിഴ്നാട് ബസ്സുകൾ വരുന്നത് ഈ പ്രത്യേകിച്ച് പനച്ചമൂട് തുടങ്ങിയ അതിർത്തി മേഖലയിലേക്ക് എത്താനുള്ള എല്ലാം പുയൂർശാല, ദേവികോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വരെ, അതായത് തമിഴ്നാടിന്റെ ഭാഗത്തെത്തി സർവീസ് നടത്തി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് ആശ്രയിക്കുന്നവർ അവരുടെ സ്വകാര്യ വാഹനങ്ങളിലോ മറ്റു വാഹനങ്ങളിലോ ഈ സ്ഥലത്തെത്തി വേണം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകളിലായിരിക്കും ഈ പറയുന്ന പ്രതിഷേധവുമായി അല്ലെങ്കിൽ സമരാനുകൾ കുറച്ചുകൂടി നിരത്തിലിറങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം കടകമ്പോളങ്ങളുടെയൊക്കെ സാഹചര്യം. ഇപ്പോൾ ചെറു കടകളുണ്ട്, ചെറു വാഹനങ്ങളുണ്ട് എന്ന് മാത്രം പങ്കുവയ്ക്കാം. അനുസരിക്കും. ശരി, നെയ്യാറ്റിൻകരയിൽ നിന്നും അരുൺ മോഹനാണ് കൂടുതൽ ഏകദേശം എല്ലായിടത്തും പൂർണ്ണമാണ്, പ്രധാനപ്പെട്ട എല്ലായിടത്തും പൂർണ്ണമാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകരയിലാണ് KSRTC ജീവനക്കാരെ സമരക്കാർ തടയുന്ന സാഹചര്യം ഉണ്ടായത്. ഇനിയിപ്പോൾ 10:11 മണിയോടുകൂടി പ്രതിഷേധ പ്രകടനങ്ങൾ കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിന് ശേഷം അതിനുശേഷം ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളൊക്കെ അതുപോലെ തന്നെ നിരത്തിൽ ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പണിമുടക്ക് ഏകദേശം എല്ലായിടത്തും പൂർണ്ണമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടി വേദിയിലുണ്ടായ പിടിവലി സ്നേഹത്തള്ളലെന്ന ന്യായീകരണവുമായി DCC നേതൃത്വം MK രാഘവനെയും പാറക്കൽ അബ്ദുള്ളയെയും വിളിക്കാൻ നിർദ്ദേശിച്ചത് ഷാഫി പറമ്പിലാണെന്നും ഷാഫിക്ക് നീരസം ഉണ്ടായിട്ടില്ലെന്നുമാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ വിശദീകരണം. വടകര MP തന്നെയല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവനെ വിളിക്കാൻ, എന്നറിയോ വിവരം? വടകര MP തന്നെയല്ലേ പറഞ്ഞത്, ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നത് ഷാഫിയല്ലേ പറയണത്, ഞാൻ എന്നോടല്ലേ പറയണത്? ഒരു നീരസം ഉണ്ടായിട്ടില്ല, ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫിയെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിളിക്കണം പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും മുന്തും തള്ളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല, ആരും വീണിട്ടില്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലത്തെ ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലാണ്. ഇപ്പോൾ ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. തീർച്ചയായും അനുശ്രീ, നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്ന പല പരിപാടികളിലും ഇത്തരത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒക്കെ പരിപാടി നടത്തുമ്പോൾ ഒരു പ്രോട്ടോകോൾ തന്നെ നടപ്പിലാക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറൊക്കെ അറിയിച്ചതുമാണ്. പക്ഷേ അത്തരത്തിലൊരു പ്രോട്ടോകോളും നടപ്പിലായില്ല എന്നത് മാത്രമല്ല, കൂടുതൽ നാണക്കേട്ടിലേക്ക് പാർട്ടി ഈ ജാഥയുടെ ഭാഗമായി നീങ്ങി എന്നത് തന്നെയാണ് ഇന്നലെ കുറ്റ്യാടിയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വലിയ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നീരസവും ഷാഫിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് പറയുന്നത്. പ്രവർത്തകരുടെ ഒരു ബാഹുല്യം മൂലമുണ്ടായ ഒരു സ്നേഹ തള്ളൽ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഷാഫിക്ക് പ്രകടമായ ഒരു നീരസം ഉണ്ടാകുന്നു. DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനെ പുറകിലേക്ക് പിടിച്ചു മാറ്റുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമായിരുന്നു. ഷാഫിയുടെ മുഖഭാവത്തിലും അല്ലെങ്കിൽ ശരീരഭാഷയിലുമൊക്കെ അത് പ്രകടമായിരുന്നതാനും. എന്തായാലും ഒരുപാട് വൈകിയാണ് ആ ജാഥ കുറ്റ്യാടിയിൽ എത്തിയത്. അതിനുശേഷം ഷാഫി പ്രസംഗിച്ചതിന് പിന്നാലെ സതീശന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗം ഉണ്ടാകുമെന്നാണ് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രതികരണം ഉണ്ടായത്. ഒപ്പം ഈ താഴെ ഉണ്ടായിരുന്ന അണികളിൽ ചിലരും ഷാഫി പ്രസംഗിക്കണമെന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ചർച്ചയായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനകം മാറിയിട്ടുണ്ട്. എന്തായാലും കുറ്റ്യാടിയിലെ ഈ സ്വീകരണ യോഗം കഴിഞ്ഞ ശേഷം പിന്നീട് നടന്ന ആ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർ പ്രസംഗിക്കുന്ന ആ ശൈലി മാറ്റിയിരിക്കുന്നു. ഒപ്പം ഷാഫിക്ക് എല്ലായിടത്തും പ്രസംഗിക്കാൻ ആവശ്യത്തിന് സമയം നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ജാഥയുടെ കോഴിക്കോട് ജില്ലയിലെ അവശേഷിക്കുന്ന ഇടങ്ങളിലെ പര്യടനം തുടർന്നു. ഈ മണ്ഡലത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളുമായുള്ള VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ കൂടിക്കാഴ്ച, ആ സംഗമ യോഗമാണിപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദീകരണം നൽകും. പിന്നീട് തിരുവമ്പാടിയിലാണ് ആദ്യ സ്വീകരണം പോയിന്റ്. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ശബരിമലയിൽ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. നാളെയും മറ്റന്നാളുമാണ് പരിശോധന. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിലും
വിധി ഇന്നുണ്ടാകും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, കൂടുതൽ നടപടികളിലേക്ക് SIT കടക്കുന്നു. ഇന്ന് വീണ്ടും ശബരിമലയിലേക്ക് SIT എത്തുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ മുൻ തിരുവാഭരണ കമ്മീഷണറായ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിന്റെ വാദം കഴിഞ്ഞിരുന്നു. ഇന്ന് അതിൽ വിധി പറയും. അപ്പോൾ നിലവിൽ കട്ടളപ്പാളി കേസിലാണ് KS ബൈജുവിനെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിൽ കൂടി നിലവിൽ ജാമ്യം ലഭ്യമായെങ്കിൽ മാത്രമേ പുറത്തിറക്കാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ ജാമ്യം കിട്ടുവാണെങ്കിൽ പോലും. എന്തായാലും ഇന്ന് KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ കട്ടളപ്പാളി ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. അല്പസമയത്തിനകം തന്നെ അതിന്റെ വിധി പുറത്തു വരും. നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം KS ബൈജുവിനെ അടക്കം ഭണ്ഡാരിയും അടക്കം ശരി, വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.